നമസ്കാരം, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കിച്ചൺ പരിപാടി ഒന്നുമല്ല. ഇന്ന് മോള് സ്കൂളിൽ പോയി. ഇന്നവർക്ക് ഓണപ്പരിപാടി ഒക്കെ ഇല്ലേ, ഓണം പിന്നെ ഓണക്കോടിയൊക്കെ ഇട്ട് ഓണപ്പരിപാടിയായിട്ടൊക്കെ അത്തപ്പൂടിയിലൊക്കെയാണ്. അങ്ങനെ അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു തയ്യാറെടുപ്പിലാണ്. നിങ്ങളൊക്കെ ഇപ്പം ഭയങ്കര തിരക്കാണെന്നല്ലോ. ഇപ്പം ഓണ സമയമല്ലേ, എല്ലാവരും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്തുവാ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചെറിയൊരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. പക്ഷെ അതെല്ലാം ഓരോന്നോരോന്ന് എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ വേറെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ്. നിങ്ങൾക്ക് ഇഷ്ടം എത്ര ബ്രെഡിനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ചാൽ അത്രയും ബ്രെഡ് നമുക്ക് എടുക്കാം. ആ ബ്രെഡ് ഞാനിങ്ങനെ ഇതിനകത്ത് ഒരു മുട്ട, 1-2 മുട്ട, ഞാൻ ഒരു മുട്ടയുള്ളായിരുന്നു, ഒരു മുട്ട, ഏലയ്ക്ക, പഞ്ചസാര, തേങ്ങ, ബ്രെഡ്, ഇത് ഇത്രയും കൂടെ അരച്ച് ഏത് പൊടിയാലും മതി. ഗോതമ്പ് പൊടിയോ മൈദാപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തായാലും മതി. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റവയാണ്. എൻ്റെ അടുത്ത് റവയുള്ളായിരുന്നു, അപ്പോൾ ഞാൻ റവ എടുത്തു. അതിങ്ങനെ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഇങ്ങനെ ആക്കി നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്ക് ബോൾ ആയിട്ട് വേണമെങ്കിൽ ഉരുട്ടി നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ല നമ്മൾ കട്ട്ലറ്റ് പോലെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ എങ്ങനായാലും നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇതിനകത്ത്. അപ്പം നമുക്ക് ഇത് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞാൻ അതൊരു പാൻ എടുത്തടുപ്പ് വെച്ചു. ഞാൻ പാൻ അടുപ്പ് നേരത്തെ വെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൊബൈൽ ഞാൻ തന്നെയല്ലേ പിടിച്ച് വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ അന്ന് ഇതിനകത്തോട്ട് അല്പം എണ്ണ ഒഴിക്കാം. നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം. ഏത് രീതിയിലായാലും നമുക്കിത് പാകപ്പെടുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഉണ്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കന്നേരം അതിലോട്ട് ഒരു ടെസ്റ്റിനൊന്ന് ചെയ്ത് നോക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബോളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നമ്മൾ നീട്ടി ഉരുട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മളെല്ലാം ഉരുള പോലെ എടുക്കണമെങ്കിൽ എങ്ങനെയായാലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഇങ്ങനെ കട്ട്ലറ്റ് പരുവത്തിലാണ് ഞാൻ എടുത്തത്. അപ്പം എണ്ണ മൂത്ത് ഇതായി വരുന്നതേ ഉള്ളൂ. ഞാൻ തീ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ അടുത്തത് ഞാൻ വെച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ. ഇത് വലിയ ഇതൊന്നുമില്ല, നല്ല രുചികരമായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. വലിയ ചിലവൊന്നുമില്ല. ബ്രെഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ബ്രെഡും ഞാനാണെങ്കിൽ ഒരു 6-7 ബ്രെഡോടെ എടുത്തു. അപ്പം ബ്രെഡും മുട്ടയും തേങ്ങയും പഞ്ചസാരയും അല്പം പാലും ഇവിടെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട്, അരയ്ക്കുമെന്ന് പറയുമ്പോൾ അങ്ങ് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ അരയ്ക്കേണ്ടുള്ളത്. അരച്ചു കൊണ്ടുവന്നിട്ട് അതിൽ ഏത് പൊടിയായാലും മതി. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ റവയോ ഏതായാലും മതി, നമുക്കിഷ്ടമുള്ള ഇത്. ഇവിടെ എൻ്റെ അടുത്ത് റവ ഉണ്ടായിരുന്നു, ഞാൻ റവ എടുത്തു. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ വരുമ്പം ചായയൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ല ഒരു ഇതാണ്. അപ്പം ഞാൻ പാനിനകത്താകുമ്പോൾ നമുക്ക് അധികം എണ്ണ വേണ്ട. അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറ. ഞങ്ങൾ എത്രയോ വീഡിയോയിലിടുന്നു, പക്ഷേ ഞങ്ങളുടെ വീഡിയോ ആരും കാണുന്നതുമില്ല, ഒരു ലൈക്ക് പോലും ആരും തരുന്നതുമില്ല. ഞങ്ങളും നിങ്ങളെപ്പോലല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരുപാടുള്ള ജോലികളൊക്കെ പോയി ചെയ്യാനൊരു പറ്റാത്തൊരു സാഹചര്യം, ആരോഗ്യ പ്രശ്നം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കൊക്കെ കാണുന്നവർ ഒരു ലൈക്കൊക്കെ ചെയ്തുകൂടായോ. അപ്പം എന്തോ നമ്മൾ ആധികാരികമായിട്ടൊന്നും വീഡിയോ എടുത്ത് ചെയ്യാനും പറയാനൊന്നും
നമ്മൾ വീട്ടമ്മയല്ലേ, നമുക്കൊരു ചെറിയൊരു വരുമാനം ആവുമല്ലോ എന്ന് വിചാരിച്ച ഒരുപാട് നാളുകൊണ്ട് ഇത് ആഗ്രഹിച്ചതാണ്. പക്ഷേ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളൊന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടും ഇട്ടിട്ടൊന്നുമില്ല. കണ്ടോ, ഞാൻ ആ പറഞ്ഞ ആ പലഹാരമാണ് അതായി വരുന്നത്. കണ്ടോ, അപ്പം നിങ്ങളും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് കടകളിലൊക്കെ പോയി അതും ഇതും മേടിക്കാൻ നിൽക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എത്രയോ നല്ല നല്ല. അതുകൊണ്ടൊക്കെ നിന്നാൾ ഞാൻ റെസിപ്പി ഇട്ടായിരുന്നല്ലോ, ചീരയില കൊണ്ടുള്ളത്. അത് നല്ല ഒരു മത്തേല, ചീരയിലല്ല മത്തേല വെച്ച് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കണം. അത് ഞാൻ ഒരു ദിവസം ഒന്നുകൂടെ ഞാൻ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. പിന്നെ പരമാവധി നിങ്ങൾ കാണുന്നവർ, എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് എന്ന് വെച്ചാൽ അടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വരുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ പറയണമെന്ന് പോലും അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ.